ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ മെയ് 21 അന്നായിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ സ്കൂൾ റീ ഓപ്പൺ. അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇത്. എഡിറ്റ് ചെയ്തിട്ടൊക്കെ വോയിസൊക്കെ കൊടുത്തിട്ട് ഇടാൻ കുറച്ച് ലേറ്റായി കേട്ടോ. എന്നത്തെയും പോലെ രാവിലെ തന്നെ എണീറ്റിട്ട് ഇതുപോലെ കുറച്ച് നേരം പുറത്ത് പോയി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് എയർ കിട്ടി, അത് നല്ല അടിപൊളിയാണ് കേട്ടോ. 2 മാസത്തെ വേനലവധി കഴിഞ്ഞിട്ട് കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിനേക്കാൾ വിഷമം എനിക്കാണ് കേട്ടോ. ഈ 2 മാസം അവൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നേ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ശൂന്യതയാവും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മക്കൾ പഠിച്ച് വളരണ്ടേ അല്ലേ. അങ്ങനെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ടോ. കിച്ചണിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പണിയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ജീരകവെള്ളം കുടിക്കാറുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ അതിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തോട്ട് വെച്ച് ജീരകമൊക്കെ ഇട്ടു. അങ്ങനെ ജീരകവെള്ളമൊക്കെ ആയപ്പോൾ ഈ ഒരു ജീരകവെള്ളം ഞാൻ വളരെ ടൈം എടുത്തിട്ടാണ് കുടിക്കാറ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് കുടിച്ചു. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നേ. പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ എണീക്കാൻ ലേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, ഒരു തട്ടിക്കൂട്ട് എന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇതിലിടാം കേട്ടോ. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാനിതുപോലെ കടലയും അതുപോലെ പൊട്ടുകടലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉഴുന്നും കൂടെ ഇടാറുണ്ട് കേട്ടോ. ഉഴുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജീരകവെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നേരെ കുഞ്ഞിനെ വിളിക്കാൻ പോയി കേട്ടോ. കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ലേറ്റായിട്ടൊക്കെ എണീക്കുന്നതുകൊണ്ട് അവൾക്ക് എണീക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ എണീപ്പിച്ചു. ഞാൻ വന്നപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഞാൻ പിന്നെ സേമിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. റവ ഉപ്പുമാവിനോട് ഇവിടെ വലിയ ഇഷ്ടമില്ല കുഞ്ഞിന്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സേമിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതായത് കുഞ്ഞൻ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ കുഞ്ഞിന് ഇന്ന് മുതൽ, അതായത് സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ചത്തോളം കുഞ്ഞിന് ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ലഞ്ച് കൊണ്ടുപോകണ്ട, പക്ഷേ സ്നാക്സും വാട്ടറും കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്സായിട്ട് കുഞ്ഞിനെ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് മാങ്ങയായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നേരെ അവളുടെ വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അവളുടെ സ്നാക്സ് ബോക്സിലോട്ട് മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ വിളക്ക് വയ്ക്കൽ നിർബന്ധമാണ് കേട്ടോ. ചിലപ്പോൾ കുഞ്ഞൻ വയ്ക്കും, അല്ലെങ്കിൽ ഏട്ടൻ വയ്ക്കും. മിക്ക ദിവസവും ഏട്ടനാണ് വെക്കാറ്. ഇന്നിപ്പോൾ കുഞ്ഞൻ നല്ലൊരു ദിവസം തുടങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് അവളാണ് കേട്ടോ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരെ പോയി ഏട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് എണീക്കാൻ ഏട്ടന് നല്ല രീതിക്ക് മടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം ഏട്ടൻ്റെയൊക്കെ ഇങ്ങനെ കുത്തിപ്പൊന്തിച്ച് എണീപ്പിച്ച് വിട്ടു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞൻ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഈ ഒരു സേമിയ ഉപ്പുമാവ് ആകുമ്പോൾ അവളിരുന്ന് കഴിച്ചോളൂ കേട്ടോ. റവേനോട് വലിയ ഇഷ്ടമില്ല. പിന്നെ ഒരു പഴവും പിന്നെ കുറച്ച് ചുക്കുവെള്ളവും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് അതൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ അവളുടെ ബാഗിൽ റഫ് ബുക്ക്, അതുപോലെ പേന, പെൻസിൽ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും വെള്ളവും സ്നാക്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ നമ്മുടെ കുഞ്ഞിനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിരുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സായിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വേണം പോകാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന പോലെയൊക്കെ അവൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഹെയർ സ്റ്റൈൽസൊന്നും അത്ര കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ അറിയുന്ന പോലെയൊക്കെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ അവൾക്ക് ഐലൈനർ എഴുതാൻ ഇഷ്ടേ അല്ല കേട്ടോ. അവൾക്ക് കാജൽ മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷേ ഐലൈനർ എഴുതിയ ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നു. അപ്പോൾ ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ അവൾ പോകാമെന്ന് കണ്ടപ്പോൾ എനിക്ക് ചെറിയ രീതിയിലേക്ക് ഇങ്ങനെ വിഷമം വരിക കേട്ടോ. അത് കണ്ടപ്പോൾ ഇത് എൻ്റെ മടിയിൽ വന്നിരുന്ന് എനിക്ക് ഉമ്മയൊക്കെ തന്നു കേട്ടോ. പിന്നെ അവളെന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു ധൈര്യവും ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് വല്ലാതെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെന്നെ ഇതുപോലെ കുറച്ച് നേരം ഹഗ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സെറ്റായി നമ്മുടെ ഏട്ടൻ്റെ ഷൂ ഒക്കെ ഇടുകയാണ്. അങ്ങനെ ദേ അവൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി 2 മാസത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഇനി നമ്മൾ കുറച്ച് നേരം സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്നവരെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉള്ളൊരു വിഷമം. പിന്നെ എവിടെ നിന്ന് നോക്കിയാലും അവൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതും വിളിക്കുന്നതും പാദസരത്തിൻ്റെ ഒച്ചയൊക്കെ എനിക്ക് കേൾക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോകുന്നത് ഞാൻ അങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ അമ്മമാർക്കും എൻ്റെ ഒരു ഫീൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയൊക്കെയുള്ളൂ കേട്ടോ.